നമസ്കാരം. കൊല്ലത്തിന്റെ മലയോര മണ്ണ്, തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും കരുത്ത്. പുനലൂർ മണ്ഡലം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന ഒന്നാണ്. ഇടതുകോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മണ്ണിൽ 2026 ചുവപ്പ് പടരുമോ, അതോ അപ്രതീക്ഷിത അട്ടിമറികൾ സംഭവിക്കുമോ? നമുക്ക് പുനലൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ചരിത്രം പരിശോധിച്ചാൽ പുനലൂർ എന്നും ഇടതുപക്ഷത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും മണ്ഡലം LDFനെ കൈവിട്ടിട്ടില്ല. 2011 CPIയുടെ കരുത്തനായ നേതാവ് കെ രാജു 18,000-ൽ പരം വോട്ടുകളുടെ ലീഡിൽ വിജയിച്ചപ്പോൾ മുതൽ ഒരു ചുവപ്പ് തേരോട്ടം ശക്തമായി. കെ രാജുവിന് 72,648 വോട്ടാണ് ഭൂരിപക്ഷമായി ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാമിന് 54,643 വോട്ടുകൾ ലഭിച്ചപ്പോൾ 3.12% 4,155 വോട്ട് BJP സ്ഥാനാർത്ഥിയായ B രാധാമണി നേടി. 2016 കെ രാജു വീണ്ടും ഭൂരിപക്ഷമുയർത്തി ഇടത് ആധിപത്യം അടിവരയിട്ടു. 82,136 വോട്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കിയത്. വോട്ട് ശതമാനം 56.85. ഭൂരിപക്ഷം 33,582 വോട്ടുകളായാണ് വർദ്ധിപ്പിച്ചത്. 2021 PS സുപാലിലൂടെ അത് 37,057 എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് കയ്യെത്തിപ്പിടിച്ചു. കണക്കുകളൊന്ന് പരിശോധിക്കാം. കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്നാണ് ഇവിടെ PS സുപാൽ നേടിയത്. 80,428 വോട്ടുകളാണ് സുപാൽ നേടിയത്. വോട്ട് ശതമാനം 54.99%. സുപാലിൽ നിന്നും മണ്ഡലം പിടിക്കാൻ UDFനായി മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ 2 തവണ എത്തിയെങ്കിലും ഇടതു തരംഗത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. BJP ആകട്ടെ 13.72% വോട്ടുകൾ നേടി തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്തു. പുനലൂരിലെ വിജയം നിർണ്ണയിക്കുന്നത് തോട്ടം തൊഴിലാളികളാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഈ മണ്ഡലത്തിലെ തൊഴിലാളി വർഗത്തിന്റെ വോട്ടുകൾ ഇന്നും CPIയുടെയും LDFന്റെയും കരുത്താണ്. സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും സുപാലിന്റെ ജനകീയ ഇടപെടലുകളും മണ്ഡലത്തിൽ ഇടത്തിനനുകൂലമായ കാറ്റുവീശുന്നു. എന്നാൽ 2026 കടക്കുമ്പോൾ ചിത്രം മാറുമോ? UDF ഇത്തവണ എന്ത് തന്ത്രമായിരിക്കും പയറ്റുക? കഴിഞ്ഞ തവണ ലീഗിന് നൽകിയ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമോ എന്ന ചർച്ചകൾ സജീവമാണ്. ഒരു ശക്തനായ പ്രാദേശിക നേതാവിനെ രംഗത്തിറക്കിയാൽ മാത്രമേ UDFന് ഇവിടെ തിരിച്ചുവരവ് സാധ്യമാകൂ. മറുഭാഗത്ത് NDAയും പ്രതീക്ഷയിലാണ്. ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പോരാട്ടത്തിൽ ഈ വോട്ടുകൾ ആർക്ക് അനുകൂലമാകുമെന്നത് നിർണായകമാണ്. മലയോര മണ്ണിലെ ഈ ചുവപ്പ് കോട്ട ഇത്തവണയും സുരക്ഷിതമായിരിക്കുമോ? PS സുപാൽ തന്നെയാകുമോ വീണ്ടും പടനായകൻ? CPIയുടെ പുതിയ ടേം വ്യവസ്ഥ പ്രകാരം PS സുപാൽ ഇത്തവണ മത്സര രംഗത്തുണ്ടാകുമോ എന്ന കാര്യം ഇതുവരെ ഉറപ്പായിട്ടില്ല. എങ്കിലും മണ്ഡലത്തിലെ ശക്തമായ അടിത്തറ LDFന് അനുകൂല ഘടകമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ പോരാട്ടത്തിനായി നമുക്കും കാത്തിരിക്കാം. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ അഷിക, സൈനിങ് ഓഫ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.